ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി മീൻ മസാലയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളോട്, എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. എന്നാലാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ അയില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന ഒരു മീനല്ലേ അയില. അതും നല്ല ഫ്രഷ് മീനാണ് കിട്ടുക. ഇപ്പം ഞാനിവിടെ ഒരു 6 അയില മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിപ്പോൾ നമ്മൾ സാധാരണ അയില കറി വയ്ക്കുക, വറക്കുക, അതൊക്കെ അല്ലേ ചെയ്യാറ്. അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി ആക്കി ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് തോന്നുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇന്ന് ഇതേപോലെ ചെയ്യണത്. മീനൊക്കെ നന്നായി ഒന്ന് വരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചും ഒരു കഷ്ണം സബോളയും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സബോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താലും മതി കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ മുളകും പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടാ. നമുക്ക് എത്ര എരിവ് വേണ്ടിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മളെ വലിയ ജീരകത്തിൻ്റെ പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് പിന്നെ അതിന് പുറമെ വലിയ ജീരകത്തിൻ്റെ പൊടി കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തുട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളത് കുറച്ച് പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പുളി കുതിർത്താൻ വെച്ചിരുന്നു, അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇപ്പോൾ മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിട്ടോ. ഇനി നമുക്ക് മീനിലേക്ക് കുറച്ച് മസാല പറ്റി കൊടുക്കാം. വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മസാല പറ്റി കൊടുക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ഫ്രഷായ മീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ സാധാരണ ഒക്കെ എല്ലാ രീതിയിലും കഴിച്ചു മടുത്തവരല്ലേ. അപ്പോൾ മസാല ഒക്കെ പരട്ടി ഇനി ഞാൻ ഫ്രൈ പാന് ഗ്യാസ് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുകയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒക്കെ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണയ്ക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. കറിവേപ്പില നനവുള്ള കാരണം ആകെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയുടെ മേലെ നമുക്ക് മസാല തേച്ച് വെച്ചാൽ മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി മീൻ നന്നായി ഒന്ന് മൊരിഞ്ഞ് സെറ്റായിട്ട് വരണം കേട്ടോ. പിന്നെ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. അപ്പോൾ ബാക്കി വന്ന മസാല ഞാൻ ആ മീനിൻ്റെ മേലേക്കൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മസാല ഒക്കെ പിടിച്ച് സെറ്റായിട്ട് വരട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല അടിപൊളി അയില മീനാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടാണ് കാണുന്നത് വെച്ചാൽ പ്ലീസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണൂ. ഫുള്ളായി വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ എല്ലാവരും. പിന്നെ നിങ്ങളെ കമൻറ്റൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഞാൻ മീനൊക്കെ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പോവണേ. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് സെറ്റാവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ഭാഗവും ഏകദേശമൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് നല്ലോണം മുരിയ എണ്ണയുടെ കുറവുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നല്ലതല്ലേ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ എല്ലാ ഭാഗവും സെറ്റായി അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊക്കെ കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ചില ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ എല്ലാവരും ഉണ്ടാക്കണമെന്നില്ലല്ലോ. പക്ഷേ എങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാട്ടോ. ഇനി ഫ്രൈ പാനിലേക്ക് ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ മസാലയിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായി ചൂടാക്കി എടുക്കുക. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച അയില മീനില്ലേ അതിട്ട് കൊടുക്കാം. എല്ലാതും ഇങ്ങനെ അടക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം തന്നെ വറുത്ത് വെച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റിന് കിട്ടും. അപ്പോൾ പിന്നെ ഇങ്ങനെ കൂടി ചെയ്താൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കിപ്പോൾ ചോറിലേക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മൾ ചപ്പാത്തി കഴിക്കാനോ പൊറോട്ട കഴിക്കാനോ ഒക്കെ എടുക്കാം കേട്ടോ. കാരണം അത്യാവശ്യം മസാല ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ആ മസാലയും കൂട്ടിയിട്ട് കഴിക്കാമല്ലോ. ഇനി 2 ഭാഗം ഒന്ന് മസാല പിടിപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്ക് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളി മണം വരുന്നുണ്ടേ. 2 ഭാഗവും തിരിച്ചിട്ട് കൊടുത്താൽ അപ്പോൾ എല്ലാ ഭാഗവും മസാല പിടിച്ച് സെറ്റായി വരുമല്ലോ. നമുക്കിനി ഇതിലും കൂടുതൽ മസാല വേണമെങ്കിൽ കുറച്ചും കൂടി മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്രേവി ടൈപ്പായിട്ട് വരും. ഇപ്പോൾ എനിക്ക് ഇത്രേ താല്പര്യമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിൽ ഉണ്ടാക്കണത് കേട്ടോ. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അല്ലേ. അപ്പോൾ എല്ലാതും ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ പോവുകയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് അടിപൊളിയാണല്ലേ. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു, അത്രയും ടേസ്റ്റല്ലേ.
അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടാവേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബായ്.